ഒരു വർഷം മുമ്പ് വീട്ടമ്മമാർക്ക് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരിക്കലും തോൽക്കാത്ത ലാഭകരമായ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ ആരംഭിക്കാനുള്ള ആശയം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പച്ചക്കറികൾ നുറുക്കി പാക്കറ്റുകളിലാക്കി കടകളിൽ വിൽക്കുന്ന സംരംഭം. നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആയിരുന്നു അത്. 10ലേറെ പേർ ഈ ആശയം ഒരു ബിസിനസ്സാക്കി മാറ്റി അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും അയച്ചു തന്നു. വളരെ സന്തോഷം തോന്നി. ചെറിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. പച്ചക്കറി നുറുക്കി പാക്കറ്റിലേക്ക് വിൽക്കുന്ന ഈ ആശയം കണ്ട ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 1000ലേറെ മെസ്സേജുകളാണ് വന്നത്. സംഗതി സ്ത്രീകൾക്ക് അനുയോജ്യമായ സംരംഭമാണെങ്കിലും മെസ്സേജ് അയച്ചതിൽ ഏറിയ പക്ഷവും പുരുഷന്മാരായിരുന്നു. 100 കൂട്ടം സംശയങ്ങളായിരുന്നു എല്ലാവർക്കും. മറുപടി പറഞ്ഞ് മടുത്തുപോയി. മിക്കവർക്കും ഏതാണ്ട് ഒരേ തരത്തിലുള്ള സംശയങ്ങളാണ്. ചിലർക്ക് എല്ലാം ആദ്യം മുതൽ ഒന്നുകൂടി അറിയണമായിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഒരു സമഗ്രമായ വീഡിയോ ചെയ്യണമെന്നോ. ഇപ്പോൾ അതിന് സമയമായി. ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി കഴിഞ്ഞാൽ പച്ചക്കറി നുറുക്കി പാക്കറ്റിലേക്ക് വിൽക്കുന്ന കച്ചവടത്തിൽ നിങ്ങൾക്കിനി സംശയങ്ങളെ ഉണ്ടാകില്ല. അറ്റ്ലീസ്റ്റ് ഞാനതിനാണ് ശ്രമിക്കുന്നത്. ആദ്യം നമുക്ക് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ 9 ഭാഗങ്ങളായി മുറിക്കാം. ഓരോ ഭാഗങ്ങളായി ഒന്നുകൂടി കണ്ട് അവിടെ എന്താണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് സാധിക്കാവുന്നത്രയും വിശദമായി ലളിതമായി പറയാം. അപ്പോൾ തുടങ്ങാം. വീഡിയോ തുടങ്ങി ആദ്യത്തെ 1.5 മിനിറ്റ് ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, സംരംഭകരെ, ഇന്ന് നമ്മളൊരു ചെറിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. കട്ട് വെജിറ്റബിൾസ്. ആദ്യമേ പറയാം, ഇത് ചെറിയ മുതൽ മുടക്കി വീട്ടിലൊരു സംരംഭം തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന 100% വിജയസാധ്യതയുള്ള ഒരു ചെറുകിട സംരംഭം. സംഭവം എന്താണെന്ന് ലളിതമായി ആദ്യം പറയാം. കറിക്ക് വേണ്ടി കൃത്യമായ അളവിൽ മുറിച്ച പച്ചക്കറികളുടെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഷോപ്പുകളിലോ മൊബൈൽ യൂണിറ്റുകളിലോ പച്ചക്കറി കടകളിലോ ഇത് വിൽക്കാം. ഇതെല്ലാം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സംരംഭം ഞാൻ തുടങ്ങുന്നതായി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മല്ലു കറി കമ്പനി എന്നാണ് ഞാൻ ഈ സംരംഭത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഞാൻ വിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അരിഞ്ഞുകൂട്ടിയ പച്ചക്കറികളാണ്. അതായത് വീട്ടമ്മമാർക്ക് കറി വയ്ക്കാൻ നേരം പച്ചക്കറി എടുത്ത് കഴുകി തൊലി കളഞ്ഞ് നുറുക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് ആവശ്യമുള്ള തൂക്കത്തിൽ നുറുക്കിയ പച്ചക്കറികൾ വിൽക്കുന്നു. സിമ്പിൾ, റൈറ്റ്? 8 ഭാഗങ്ങളിലായിട്ടാണ് ഈ സംരംഭം ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം ഞാൻ തുടങ്ങുന്നതെന്ന് വിശദീകരിക്കും. രണ്ടാമതായി ഈ സംരംഭം തുടങ്ങുന്നതിന് എന്ത് ചെലവ് വരുമെന്ന് കണക്കാക്കി ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. മൂന്നാമതായി എന്തെല്ലാമാണ് ഞാൻ വിൽക്കുന്നതെന്നും ഉപഭോക്താവിന് ഇക്കാര്യത്തിൽ എന്തെല്ലാം മുൻഗണനകളാണ് ഉള്ളതെന്നും വിശദമാക്കും. നാലാമത് എൻ്റെ ബ്രാൻഡിങ് എങ്ങനെയായിരിക്കണം, കടമുറി വാടകയ്ക്ക് എടുക്കണോ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ മതിയോ, ഇനി അതുമല്ലെങ്കിൽ നുറുക്കിയ പച്ചക്കറികൾ അടുത്തുള്ള പച്ചക്കറി കടകളിൽ മാത്രം വിറ്റാൽ മതിയോ, ഫ്രീസർ യൂണിറ്റ് വേണോ വേണ്ടയോ എന്നെല്ലാം പരിശോധിക്കും. അഞ്ചാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നുറുക്കിയ പച്ചക്കറികൾ വിൽക്കാതെ ബാക്കി വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ആറാമതായി മാർക്കറ്റിംഗ് എങ്ങനെ വേണമെന്നും നുറുക്കിയ പച്ചക്കറി എന്ന എളുപ്പവഴി സ്ത്രീകൾക്കായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ നാട്ടുകാരെ അറിയിക്കണമെന്നും പറയാം. ഏഴാമതായി ഈ സംരംഭത്തോടൊപ്പം ലാഭം വർദ്ധിപ്പിക്കാൻ ഇതിന്റെ സൈഡായി ചെയ്യാവുന്ന ചില സംഗതികൾ പറഞ്ഞുതരാം. എട്ടാമതായി എന്റെ നുറുക്കിയ പച്ചക്കറി സംരംഭത്തിന്റെ ആദ്യ ദിവസം, ആദ്യ ആഴ്ച, ആദ്യ മാസം, ആദ്യ വർഷം എന്നിവ എങ്ങനെയായിരിക്കുമെന്നും എങ്ങനെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണമെന്നും വിശദമാക്കാം. അപ്പോൾ തുടങ്ങാം. എത്ര പുരോഗമനം പറഞ്ഞാലും കേരളത്തിൻ്റെ അടുക്കള 2026ലും പെണ്ണുങ്ങളുടേത് മാത്രമാണ്. ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാനോ ഫ്രിഡ്ജ് ഇടയ്ക്കിടെ ഒന്ന് തുറന്നു നോക്കാനോ മാത്രമാണ് മിക്ക പുരുഷ കേസരികളും ഇപ്പോഴും അടുക്കളയിലെത്തുന്നത്. ഇനി ജോലിക്ക് പോകുന്ന വീട്ടമ്മ കൂടിയാണെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം മഹാദുരിതമായിരിക്കും. അടുക്കളയും തൊഴിലിടവും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കിട്ടാവുന്നത്ര എളുപ്പവഴികൾ വേണമെന്ന് ഒരു സ്ത്രീ ആഗ്രഹിച്ചാൽ അവൾ കുറ്റം പറയാനാകില്ലല്ലോ. അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. വൃത്തിയായി കഴുകി ഫ്രഷായി അരിഞ്ഞുകൂട്ടി പാക്കറ്റുകളിലാക്കിയ പച്ചക്കറി. അവിയലിന്, സാമ്പാറിന്, തോരന്, മെഴുക്ക് പുരട്ടിക്ക്, ഇറച്ചിക്കറി കൂട്ടിന്, അച്ചാറിടാൻ, കൂട്ടുകറി വയ്ക്കാൻ, ഉപ്പിലിടാൻ, ആവശ്യം എന്തുവാകട്ടെ നിങ്ങൾ ആ വീട്ടമ്മയ്ക്ക് കൊടുക്കണം. നുറുക്കിയ പച്ചക്കറി പാക്കറ്റുകൾ. അവിടെ നിർത്തണ്ട. ചിരകിയ തേങ്ങ മുതൽ ഫ്രൂട്ട് സലാഡിനുള്ള കൂട്ടുവരെ പാക്കറ്റിലേക്ക് കൊടുക്കാം. അതാണ് ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. 1,41,00,000 സ്ത്രീകളുണ്ട് കേട്ടോ കേരളത്തിൽ. പ്രായപൂർത്തിയായ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവരെല്ലാം ചേർന്ന് മാനേജ് ചെയ്യുന്നത് 85 ലക്ഷം അടുക്കളകളാണ്. അതായത് കേരളത്തിലെ 85 ലക്ഷം വീടുകളിൽ ഈ പെണ്ണുങ്ങൾ കാരണം അടുപ്പ് പുകയുന്നുണ്ട്. ഇതിൽ 4.5 ലക്ഷം വീടുകൾ വെജിറ്റേറിയൻ ആണ്. ഇറച്ചിയും മീനും വെക്കില്ല. ഈ വെജിറ്റേറിയൻ വീടുകളിൽ ഒരു ദിവസം 2 മുതൽ 4 വരെ കറികൾ ഉണ്ടാക്കും. ഇനി 80 ലക്ഷത്തോളം നോൺ വെജിറ്റേറിയൻ വീടുകളിലോ അവിടെയും 2 മുതൽ 3 കറി വരെ ചോറിനുണ്ടാകും. മീൻകറി വെച്ചാലും അതിനൊപ്പം ഒരു തോരൻ ഉണ്ടാകും. ഇറച്ചിക്കറി വെച്ചാലും മെഴുക്ക് പുരട്ടിയും അച്ചാറും ഇല്ലാതെ പറ്റില്ല. പറഞ്ഞത് മറ്റൊന്നുമല്ല, നല്ല ഒന്നാന്തരം പച്ചക്കറി തീനികളാണ് മലയാളികൾ. കേരള കൃഷി വകുപ്പ് പറയുന്നത് മലയാളിക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 5480 ടൺ പച്ചക്കറി വേണമെന്നാണ്. ഒരു മാസം 1.66 ലക്ഷം ടൺ, ഒരു വർഷം 21 ലക്ഷം ടൺ പച്ചക്കറി. ഈ 21 ലക്ഷം ടണ്ണിൽ 100 ടൺ പോലുമില്ല അരിഞ്ഞ് നുറുക്കി കൊടുക്കുന്ന പച്ചക്കറി. അവിടെയാണ് നമ്മുടെ വിപണി. ഇനി വേറൊരു കാര്യം പറയാം. കേരളത്തിൽ 53 ലക്ഷം സ്ത്രീകൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നവരാണ്. ജില്ലാ കളക്ടർമാർ മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെ. തൊഴിലുറപ്പിനെ കുറച്ച് കണ്ടതല്ല കേട്ടോ, ഒരു ടെക്നിക്കൽ ഹിയറാർക്കി പറഞ്ഞതാണ്. ഇങ്ങനെ ചോറിനൊപ്പം 2ഉം 3ഉം കറിയും കൂടി വെച്ചാണ് ഈ പെണ്ണുങ്ങൾ അത്രയും ജോലിക്ക് പോവുക. അവരെ സഹായിക്കണ്ടേ? അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പണി ഇതാണ്. സ്ത്രീകൾക്ക് ഏറ്റവും അധികം സമയം പോകുന്ന പണി പച്ചക്കറി നുറുക്കി കൂട്ടുന്നതാണ്. ഒരു മെഴുക്ക് പുരട്ടി വെക്കാൻ പോലും അരിഞ്ഞു കൂട്ടാൻ 20 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ വേണം. ആദ്യം തോരൻ വെക്കാനുള്ള പച്ചക്കറി നുറുക്കണം.
പിന്നെ സവാളയും ചെറിയുള്ളിയും തൊലി കളഞ്ഞ് നുറുക്കിയോ ചതച്ചോ എടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം പിറകെ. മലയാളിയുടെ ഒരു തോരൻ വെപ്പ് പോലും എത്ര ഭ്രാന്ത് പിടിപ്പിക്കുന്ന പണിയാണെന്ന് നോക്കിയേ. നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കിയാൽ അത് വിജയിപ്പിക്കാൻ ഈ വീട്ടമ്മമാർ തന്നെ മുന്നിട്ടിറങ്ങും. നമുക്ക് പഴയ വീഡിയോയുടെ അടുത്തൊരു ചെറിയ ഭാഗം കാണാം, ആക്കി അതിനുശേഷം പറയാം. വീട്ടമ്മമാരുടെ നേർന്നൊരു പ്രശ്നമാണിത്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന വളരെ എൻഗേജഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പാചകം എന്ന അവരുടെ തലയിൽ ചരിത്രാതീത കാലം മുതൽ കെട്ടിവയ്ക്കപ്പെട്ട കർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും അധികം സമയം അപഹരിക്കുന്നത് കായ്കറികൾ നുറുക്കി കൂട്ടുന്നതാണ്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. ഓരോ ആഴ്ചയും വീട്ടിലെ ജോലികൾ തുല്യമായി ഷെയർ ചെയ്താണ് എൻ്റെ സർക്കാർ ജീവനക്കാരിയായ ഭാര്യയും ഞാൻ ജീവിക്കുന്നത്. അതായത് ഒരാഴ്ച പങ്കാളി പാചകം ചെയ്താൽ ഞാൻ വീട് വൃത്തിയാക്കലും കുട്ടിയെ സ്കൂളിന് പ്രിപ്പയർ ചെയ്യലും നടത്തും. അടുത്ത ആഴ്ച ഞാൻ പാചകം ചെയ്യും, മറ്റു ജോലികൾ പങ്കാളി ചെയ്യും. അത്തരത്തിൽ ഒരേ ജോലി ചെയ്ത് മടുക്കാതെ ഞങ്ങൾ ജീവിക്കും. പക്ഷെ പാചകം ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ പങ്കാളിക്കും കീറാമുട്ടിയാണ് അടുക്കളയിൽ ഉള്ളി നുറുക്കലും കായ്കറികൾ അരിഞ്ഞുകൂട്ടലുമെല്ലാം. എപ്പോഴും ഞങ്ങൾ പരസ്പരം സംസാരിക്കും, ഇതെല്ലാം കഴുകി അരിഞ്ഞുകൂട്ടി കടയിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. ഇത്തരം ഒരു മാതൃക ഞങ്ങൾ നടത്തിയ യാത്രയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. സിംഗപ്പൂരിലെ ഒരു ചെറിയ ഗ്രോസറി സ്റ്റോറിൽ പാചകം എളുപ്പമാക്കാൻ നുറുക്കി കൂട്ടിയ കായ്കറികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിലും ചൈനീസ് സ്റ്റൈലിലും മലേഷ്യൻ സ്റ്റൈലിലും ഒക്കെ അവിടെ നുറുക്കിയ പച്ചക്കറികൾ ലഭിക്കും. ഇത് തായ്ലൻഡിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെറിയൊരു ടേബിൾ ഫ്രീസറിൽ ഇത്തരം ചില ഐറ്റംസ് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ല, ഉണ്ടാകാം, കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്കങ്ങ് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യണം. കാരണം നമ്മൾ മാർക്കറ്റിൽ ഒരു പെയിൻ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. സ്ത്രീകളുടെ സമയം അപഹരിക്കുന്ന, അടുക്കളയിൽ അവരെ തളച്ചിടുന്ന, അവരുടെ തലയിൽ എപ്പോഴും അടുക്കളയിൽ നിന്ന് ഭാരം കയറ്റി വയ്ക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ എടുത്തു കളയാൻ പോവുകയാണ്. നമ്മൾ അവർക്ക് മുറുക്കിയ പച്ചക്കറി വിൽക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പുതിയ ആശയമല്ല. വികസിച്ച സമൂഹങ്ങളിൽ ഇതൊക്കെ മുന്നേ ഉണ്ട്. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ വരെ കട്ട് വെജിറ്റബിൾസ് വിൽക്കുന്ന ചെറിയ കിയോസ്കുകളുണ്ട്. വിമാനം ഇറങ്ങി പച്ചക്കറിയും വാങ്ങി നേരെ വീട്ടിൽ പോയി വേവിച്ചോ പച്ചക്കോ കഴിക്കാം. അമേരിക്കയിലും സിംഗപ്പൂരിലുമെല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ കട്ട് വെജിറ്റബിൾസിന് ഡെഡിക്കേറ്റഡ് സെക്ഷൻ ഉണ്ട്. ഓരോ വിധം സാലഡിനും ഓരോരോ കോമ്പിനേഷനും അരിഞ്ഞ് മിടുക്കനാക്കി വെച്ചിരിക്കും. ജപ്പാനിൽ കട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് സ്മൂത്തികൾക്കായി അരിഞ്ഞ പഴങ്ങളും കിട്ടുന്ന വെൻഡിങ് മെഷീനുകളുണ്ട്. കേരളത്തിൽ ലുലു മാളിലെ ഫ്രോസൺ സെക്ഷനിൽ ഇടയ്ക്കിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് വെജിറ്റബിൾസ് കാണാറുണ്ട്. എൻ്റെ ഭാര്യ അവിടെ പോയാൽ ആദ്യം കുട്ടയിലെടുത്തെടുക്കുക ഇതായിരിക്കും. അല്ലെങ്കിൽ തീർന്നു പോയാലോ? ശരിയാണ്, അത് ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. സാമ്പാറിന് നുറുക്കിയത്, അവിയലിനുള്ളത്, അങ്ങനെ പല പാകത്തിൽ അവിടെ കാണാറുണ്ട്. പിന്നെ ഇടയ്ക്കിടെ മാത്രം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും സവാള നുറുക്കിയതും. അരിഞ്ഞ പച്ചക്കറി കിട്ടിയാൽ വാങ്ങണേ എന്ന് എപ്പോൾ ഗ്രോസറി സ്റ്റോറിൽ പോയാലും വീട്ടുകാരെന്നെ ഓർമ്മിപ്പിക്കും. ഞാനത് നോക്കാറുമുണ്ട്, എവിടെയും കാണാറില്ല എന്ന് മാത്രം. എന്താണ് അതാരും വിൽക്കാത്തത്? ഇത്രയും ഡിമാൻഡുള്ള മാർക്കറ്റിൽ ഒരു വലിയ പെയിൻ സോൾവ് ചെയ്യുന്ന ഇത്തരം ഒരു കാര്യം എന്താണ് റീറ്റെയിലർമാർ അഡ്രസ്സ് ചെയ്യാത്തത്? അതാണ് പറഞ്ഞത്. നിങ്ങളിത് തുടങ്ങൂ. ഇതിൻ്റെ വിജയസാധ്യത നിങ്ങൾ കാണുന്നതിനൊക്കെ അപ്പുറമാണ്. ഇനി അടുത്ത ഭാഗം കണ്ടിട്ട് ബാക്കി പറയാം. ഞാൻ പാലക്കാട് ടൗണിലാണ് താമസം. ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചാൽ എനിക്ക് മുന്നിൽ 3 വഴികളുണ്ട്. ഒന്നുകിൽ ഒരു ചെറിയ കടമുറി വാടകയ്ക്ക് എടുക്കും. എവിടെ? പാലക്കാട് സിവിൽ സ്റ്റേഷൻ അടുത്ത്. എന്തിനാണ് അവിടെ വാടകയ്ക്ക് എടുക്കുന്നത്? കാരണം 300-ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സിവിൽ സ്റ്റേഷൻ. സർക്കാർ ജോലിക്കാരായ സ്ത്രീകൾ നാളെ കറിക്കുള്ളത് വാങ്ങണം, നുറുക്കണം, കറിയാക്കണം എന്ന ആധിയോടെയാണ് അവർ 5 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടുന്നത്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന അവിടെയാണ്. ഇത് മാത്രമല്ല, പ്രതിദിനം 1000-ലധികം സ്ത്രീകൾ സിവിൽ സ്റ്റേഷനിൽ വന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം ആവശ്യമുണ്ട് നന്നായി കഴുകി നുറുക്കിയ പച്ചക്കറി. അതെന്താ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? മതി, സ്ത്രീകൾ മാത്രം മതി. പുരുഷന്മാരെ എൻഗേജ് ചെയ്യേണ്ട. വളരും തോറും നിങ്ങളുടെ ഉപഭോക്താക്കളിൽ 80%-ലധികം സ്ത്രീകളായിരിക്കുമെന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. ശരി, അപ്പോൾ സിവിൽ സ്റ്റേഷന് സമീപത്തെ കടമുറി എടുക്കുന്നുവെന്ന് കരുതുക. ഒരു ചെറിയ കട മതി. 75 സ്ക്വയർ ഫീറ്റിനും 100 സ്ക്വയർ ഫീറ്റിനും ഇടയിൽ വലിപ്പം. വാടക പരമാവധി 10,000 രൂപ. കാരണം ഞാനിവിടെ വിൽപ്പന മാത്രമേ ഉള്ളൂ. പച്ചക്കറികൾ നുറുക്കുന്നത് എൻ്റെ വീട്ടിൽ സജ്ജമാക്കിയ ചെറിയ മുറിയിലായിരിക്കും. കടയ്ക്കും ബ്രാൻഡിനും ഞാൻ പേരിട്ടു, മല്ലു കറി കമ്പനി. എങ്ങനെയുണ്ട്? 2 ഡിസ്പ്ലേ ഫ്രീസറുകൾ വേണം. ഒന്നിന് 16,000 രൂപ വെച്ച് 32,000 രൂപ. ഇതിനെല്ലാം 100% വായ്പ ലഭിക്കും കേട്ടോ. ഇതെല്ലാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു ക്യാഷ് കൗണ്ടർ, 2 കസേരകൾ, കഴിഞ്ഞു. ഒരു കോഴിക്കടയ്ക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ മാത്രം. ഇനി കടമുറിക്ക് പകരം ഒരു സെയിൽസ് വാനിൽ ഡിസ്പ്ലേ ആണെങ്കിലോ? ഒരു 4 മണിയാവുമ്പോൾ സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒരു കൃത്യമായ സ്ഥലത്ത് എല്ലാ ദിവസവും മല്ലു കറി കമ്പനിയുടെ വാഹനം കൊണ്ടിട്ടാൽ മതി. കച്ചവടം കണ്ട് നിങ്ങളുടെ കണ്ണ് തള്ളും. നുറുക്കിയ പച്ചക്കറി കളിക്കുന്ന കളിയല്ല, ഇറ്റ്സ് റിയൽ മണി. ഇനി കടമുറിക്കും സെയിൽസ് വാഹനത്തിനും കാശ് മുടക്കാൻ മടിയുള്ളവർക്ക് പച്ചക്കറികൾ നുറുക്കി 100 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം പാക്കറ്റുകളിലാക്കി മല്ലു കറി കമ്പനി പോലെ ഒരു ബ്രാൻഡ് നെയിം ഇട്ട് തൊട്ടടുത്തുള്ള പച്ചക്കറി കടകളിലേക്ക് സപ്ലൈ ചെയ്യാം. 10 പൈസ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവില്ല. പച്ചക്കറി മൊത്ത മാർക്കറ്റിൽ പോയി വാങ്ങാനുള്ള പണവും ഒരു മൂർച്ചയുള്ള കത്തിയും മാത്രം മൂലധനം. വീഡിയോ കണ്ട ശേഷം ഏറ്റവും അധികം പേർ ചോദിച്ച സംശയം ഇതാണ്: ഞാൻ എവിടെ തുടങ്ങണം, എങ്ങനെ വിൽക്കണം? നോക്കൂ, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സ്കിൽ ലെവൽ ഓൾമോസ്റ്റ് 0 ആണ്. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തൊഴിൽ പരിചയമോ സ്കില്ലോ കഴിവോ ഒന്നും ആവശ്യമില്ല. പച്ചക്കറി മൊത്ത മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അരിഞ്ഞുകൂട്ടി ഏതെങ്കിലും ഓർഗാനിക് പ്രിസർവേറ്റീവ് ചേർത്തോ ചേർക്കാതെയോ വിൽക്കാൻ സ്ത്രീകളുടെ ജന്മവാസന മാത്രം മതി. പ്രിസർവേറ്റീവിനെ കുറിച്ചൊക്കെ അടുത്ത ഭാഗങ്ങളിൽ പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ സ്കിൽ വേണ്ടത് അരിഞ്ഞുകൂട്ടി പാക്കറ്റിലാക്കിയ പച്ചക്കറി ബാക്കി വരാതെ വിൽക്കുന്നതിൽ മാത്രമാണ്. 10-12 വഴികളുണ്ട് ഇത് വിൽക്കാൻ. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയാം. ആദ്യം നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കടമുറി വാടകയ്ക്ക് എടുത്തുള്ള വിൽപ്പന നോക്കാം. 100 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ചെറിയ മുറി മതി. വലിയ ഡിസ്പ്ലേ പർപ്പസ് ഒന്നുമില്ലല്ലോ. ഇനി അതിലും ചെറിയ കടമുറിയാണെങ്കിൽ സാരമില്ല, വീട്ടിൽ വെച്ച് പച്ചക്കറി നുറുക്കി കൊണ്ടുവന്ന് കടയിൽ വിൽക്കാമല്ലോ.
അതാണ് പറഞ്ഞത്, പണ്ടുണ്ടായിരുന്നൊരു ടെലിഫോൺ ബൂത്തിൻ്റെ വലിപ്പമുള്ള മുറിയാണെങ്കിലും നമ്മുടെ കാര്യം നടക്കും. പ്രധാനം ലൊക്കേഷനാണ്. പെണ്ണുങ്ങൾ കൂട്ടം കൂടുന്നിടത്തായിരിക്കണം നമ്മുടെ കട്ട് വെജിറ്റബിൾ ഷോപ്പ്. ഉദാഹരണത്തിന് സിവിൽ സ്റ്റേഷനുകൾ. ഒരു ജില്ലാ സിവിൽ സ്റ്റേഷൻ ആണെങ്കിൽ മിനിമം 400 സ്ത്രീകളെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടാകും. മതി. അത്രയും വലിയൊരു കസ്റ്റമർ ബേസ് ഇല്ല. കാരണം സർക്കാർ ജോലിക്കാരായ സ്ത്രീകളെല്ലാം സമയം കയ്യിൽ പിടിച്ച് ഓടുന്നവരാണ്. അവർക്ക് പച്ചക്കറി അരിഞ്ഞു കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ഗോൾഡൻ സർവീസാണ്. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും വേണ്ടി വരില്ല. നിങ്ങൾ സിവിൽ സ്റ്റേഷൻ്റെ പുറത്ത് ചെറിയൊരു കടയിൽ അരിഞ്ഞു കൂട്ടിയ പച്ചക്കറി വിൽക്കാനിരിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞാൽ മാത്രം മതി. ഒറ്റത്തവണ ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ അവർ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരു താലൂക്ക് സിവിൽ സ്റ്റേഷൻ ആണെങ്കിലും ഒരു ലേഡീസ് കോളേജിൻ്റെ ചുറ്റുവട്ടത്തായാലും പാർക്കിന് സമീപമായാലും സിനിമാ തിയേറ്ററിൻ്റെ അടുത്തായാലും എന്തിനാ ഒരു വില്ലേജ് ഓഫീസിൻ്റെ മതിലിന് പുറത്ത് വരെ നിങ്ങൾക്ക് അരിഞ്ഞു കൂട്ടിയ പച്ചക്കറികളുടെ കട തുടങ്ങാം. നിശ്ചയമുറപ്പ്. കേട്ടറിഞ്ഞ പെണ്ണുങ്ങൾ വരുമെന്നേ. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ കട തുടങ്ങാനുള്ള ചിലവിനെക്കുറിച്ച്. 1-2 ഡിസ്പ്ലേ ഫ്രീസറുകൾ നിർബന്ധമായി ഉണ്ടാകണം. അതിന് വലിയ വിലയൊന്നുമില്ലതേ. ഇനി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും സുലഭമാണ്. പുതിയതിന് 20,000 രൂപ വില വരുമ്പോൾ റീകണ്ടീഷൻ ചെയ്ത പഴയതിന് 3,000 രൂപ കൊടുത്താൽ മതി. പിന്നെ വിൽപ്പന സൗകര്യത്തിന് ഒരു മേശയും കസേരയും. കഴിഞ്ഞു. ഇത്രയുമാണ് ഈ ബിസിനസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ആവശ്യത്തിനതുന്ന ഒരു കടമുറിക്ക് ജില്ലാ കേന്ദ്രങ്ങളിലാണെങ്കിൽ 5,000 രൂപ മുതൽ 12,000 രൂപ വരെ വാടകയാകും. താലൂക്ക് കേന്ദ്രങ്ങളിലാണെങ്കിൽ 3,000 മുതൽ 8,000 വരെ. ചെറിയ ടൗണുകളിലും വാടക പരമാവധി 6,000 രൂപയിലധികം വരില്ല. നമ്മൾ മക്ഡൊണാൾഡ്സോ KFC ഒന്നുമല്ലല്ലോ തുടങ്ങുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഒരു പഴയ, അവഗണിക്കപ്പെട്ട, അധികം ആവശ്യക്കാരില്ലാത്ത ഒരു മുറി മതി. ഇനി കടമുറി തുടങ്ങാനുള്ള പണം കയ്യിലില്ലാത്തവർക്കുള്ളതാണ് രണ്ടാമത്തെ മാർഗം. സെയിൽസ് വാൻ അല്ലെങ്കിൽ തെരുവിലെ കച്ചവടം. ഓഫീസ് സമയം കഴിയുന്ന 5 മണിക്ക് അരിഞ്ഞ് വൃത്തിയായി പാക്ക് ചെയ്ത പച്ചക്കറിയുമായി നിങ്ങൾ അവിടെ ഉണ്ടായാൽ മാത്രം മതി. അതിനൊരു പെട്ടി ഓട്ടോ വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു സെക്കൻഡ് ഹാൻഡ് ബാക്ക് എഞ്ചിൻ ഓട്ടോ വാങ്ങാം. ഇനി ഒന്നുമില്ലെങ്കിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന ഉന്തുവണ്ടി ആയാലും സംഗതി വർക്ക് ചെയ്യും. വൃത്തിയും എടുപ്പുമാണ് കാര്യം. നിങ്ങൾ ഏത് വാഹനത്തിനാണ് വിൽക്കുന്നത് എന്നത് പ്രശ്നമേ അല്ല. വണ്ടിയിൽ നന്നായി ഡിസ്പ്ലേ ചെയ്ത് വെക്കണമെന്ന് മാത്രം. വാഹനത്തിലാകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീസർ ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് ഐസ് പാക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ തട്ടിലെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഐസിൻ്റെ ലെയറിന് പുറത്ത് അടുക്കി വെച്ച പച്ചക്കറി പാക്കറ്റുകൾ. പെട്ടിയോട്ടോ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ദിവസം 800 രൂപ മുതൽ 1,200 രൂപ വരെ കൊടുക്കണം. ഒന്ന് ഓർക്കണം, ഓരോ ദിവസവും ഇത്രയും വാടക കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കാശ് ലോൺ അടച്ച് നിങ്ങൾക്ക് സ്വന്തമായി വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഉന്തുവണ്ടി ഒരെണ്ണം 10,000 രൂപയിൽ താഴെ നിരക്കിൽ കിട്ടും. അതിന് നിരവധി വായ്പാ ഓപ്ഷനുകളുണ്ട്, ബാങ്കുകളുടെയും സർക്കാരിൻ്റെയും. മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്വയം തൊഴിലിനായി വാഹനങ്ങൾ വാങ്ങാൻ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ 5% മുതൽ 7% വരെ പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ചെറിയ ഇലക്ട്രിക് ഗുഡ്സ് വാഹനമോ ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെ സ്മാർട്ട് എനർജി പ്രോഗ്രാം വഴി സബ്സിഡികളും പലിശ ഇളവുകളും കിട്ടും. വിധവകൾ, വിവാഹമോചിതർ തുടങ്ങിയവർക്ക് ഇത്തരം സ്വയം തൊഴിലിനായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ശരണ്യ പദ്ധതി വഴി 50,000 രൂപ വരെ പലിശരഹിത വായ്പ കിട്ടും. ഇതിൽ 50% സബ്സിഡിയാണ്. 50,000-ന് മുകളിൽ ലോൺ വേണമെങ്കിൽ 3% പലിശ നൽകേണ്ടി വരും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തന്നെ KESRU എന്നൊരു സ്കീമുണ്ട്. 21-നും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ 1 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഇതിൽ 20% സർക്കാർ സബ്സിഡിയായി നൽകും. വാണിജ്യ വാഹനങ്ങൾ വാങ്ങാനും ഈ തുക ഉപയോഗിക്കാം. അവരുടെ തന്നെ കൈവല്യ സ്കീം ഭിന്നശേഷിക്കാർക്കായി പലിശരഹിത വായ്പയും സബ്സിഡിയും നൽകുന്ന പദ്ധതിയാണ്. അതേപോലെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള എൻ്റർപ്രണർ ലോൺ സ്കീം പ്രകാരം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 4% പലിശ മാത്രം നൽകിയാൽ മതി. ബാക്കി പലിശ സർക്കാർ സബ്സിഡിയായി നൽകും. വാഹനങ്ങൾ ഉൾപ്പെടുന്ന സർവീസ് സെക്ടറിലെ സംരംഭങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താം. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പ്രത്യേക സ്കീമുകളുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ പോയി നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, അവർ സഹായിക്കും. ഇനി ഡിസ്പ്ലേ വാഹനങ്ങൾക്കും പറ്റാത്തവർക്ക് സ്ഥിരം സ്ട്രീറ്റ് വെണ്ടർ സ്റ്റാൻഡ് ഒരുക്കാം. ഒരു ട്രേയിൽ അരിഞ്ഞ പച്ചക്കറികൾ നിരത്തി സ്ത്രീകൾ കൂടുന്നിടത്തെല്ലാം വിൽക്കുക. ആവശ്യമെങ്കിൽ നടന്ന് വിൽക്കുക, അല്ലെങ്കിൽ വീടാന്തരം നടന്ന് വിൽക്കുക. പോസിബിലിറ്റികൾ അനന്തമാണ്. ഇനി വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ പരീക്ഷിക്കാം. ആദ്യം കുറേ വീടുകൾ കയറി ഇറങ്ങുക. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 2,000 വീടുകളിലെങ്കിലും കയറുക. എല്ലാ ആഴ്ചയിലും 2 തവണ അരിഞ്ഞ പച്ചക്കറികൾ കൊണ്ടുതരാമെന്ന് പറയുക. മാസാവസാനം പണം വാങ്ങുക. പാലും പത്രവും ഒക്കെ വരും പോലെ വീട്ടിലേക്ക് അരിഞ്ഞ് പച്ചക്കറി പാക്ക് ചെയ്തതും വരട്ടെന്നേ. ഇനി അതും പറ്റാത്തവർക്ക് ഔട്ട്സോഴ്സിംഗ് കരാറെടുത്ത് അരിഞ്ഞ പച്ചക്കറി വിൽക്കാം. അതായത് അടുത്തുള്ള 50 പച്ചക്കറി കടകളിൽ നിന്ന് ഓർഡർ എടുത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ അരിഞ്ഞ പച്ചക്കറി പാക്കറ്റുകൾ അവിടെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുക. വിൽപ്പനയുടെ 5-10% കമ്മീഷൻ പച്ചക്കറി കടക്കാരന് നൽകേണ്ടി വരും. എന്നാലും നഷ്ടമില്ല. ബാക്കിയാവുന്ന പച്ചക്കറി അരിഞ്ഞത് പിറ്റേന്ന് തിരിച്ചെടുക്കേണ്ടി വന്നേക്കാം. അതെന്ത് ചെയ്യണമെന്ന വഴിയെ പറയുന്നുണ്ട്. ഇനി അതും പറ്റാത്തവർക്ക് ഓർഡർ എടുത്ത് റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും കേറ്ററിംഗ് സർവീസുകാർക്കും എല്ലാം നൽകാം. പക്ഷേ റീറ്റെയിലായി വിൽക്കാനേ ഞാൻ പറയൂ. അതാണ് ലാഭവും സ്കെയിലബിളുമായ ബിസിനസ് മോഡൽ. ഈ വീഡിയോയിൽ ബിസിനസ് ആശയമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ആശയമോ വികസിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എൻ്റെ പേര് ബിനീഷ് അരവിന്ദൻ. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന 100 പേരിൽ 95 പേരും അത് തുടങ്ങാതെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പരാജയപ്പെട്ട് പിന്മാറുകയോ ആണ് ചെയ്യാറ്.
കൃത്യമായ ബിസിനസ് ഐഡിയ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ വരുന്നവരുണ്ട്. എവിടെ എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായ റോഡ് മാപ്പ് ഇല്ലാത്തവരുണ്ട്. ബിസിനസിൻ്റെ ലീഗൽ ആൻഡ് ലൈസൻസിങ് പ്രൊസീജിയറിനെ കുറിച്ച് അറിവില്ലാത്തവരും മാർക്കറ്റ് കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവിടെയെല്ലാം എനിക്ക് സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ₹1 പോലും ചെലവഴിക്കാതെ ആരംഭിക്കുന്ന സംരംഭം മുതൽ വലിയ മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ വരെ എന്തിനും ഉപദേശം നൽകി കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ കൺസൾട്ടൻസിയിൽ ജോയിൻ ചെയ്യാൻ വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് നൽകേണ്ടി വരിക. എൻ്റെ 1-on-1 ബിസിനസ് കൺസൾട്ടിംഗ് സർവീസിൽ നിങ്ങളുടെ താല്പര്യം, ബജറ്റ്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രദേശത്തെ മാർക്കറ്റ് എന്നിവയെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾക്ക് മാത്രം അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ബിസിനസ് ഗൈഡൻസ് ആണ് ഞാൻ നൽകുന്നത്. ബിസിനസ് ആശയം കണ്ടെത്തലും വാലിഡേഷനും, ആദ്യത്തെ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കൽ, ലൈസൻസിംഗും നിയമവശങ്ങളും, GST രജിസ്ട്രേഷൻ, MSME, ഉദ്യം, FSSAI, ബ്രാൻഡ് ട്രേഡ് മാർക്ക്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്കെയിലിംഗ് അപ്പ്, ഇവയെല്ലാം ഒരു സിംഗിൾ പാക്കേജ്. നിങ്ങളെ ഒരിക്കലും എൻ്റെ പുതിയ കോഴ്സുകൾ അപ്സെൽ ചെയ്ത് ഞാൻ സമ്മർദ്ദത്തിലാക്കില്ല. എല്ലാറ്റിനുമായി ഒരൊറ്റ പാക്കേജ് മാത്രം. നിലവിലുള്ള ജോലിക്കൊപ്പം പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കും, പാർട്ട് ടൈം ബിസിനസ് താല്പര്യങ്ങളുള്ളവർക്കും, ചെറിയ മുതൽ മുടക്കിൽ സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും, ബിസിനസ് ഐഡിയ കൈവശമുണ്ടെങ്കിലും പ്രാക്ടിക്കൽ വേൾഡിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആശയക്കുഴപ്പമുള്ള തുടക്കക്കാർക്കും, നിലവിലുള്ള സംരംഭകർക്കും ഇത് യൂസ്ഫുള്ളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് വളരാം. വീഡിയോയിലേക്ക് തിരികെ പോകാം. ഇനി ഈ ബിസിനസ്സിലെ ലാഭസാധ്യതകൾ വിവരിക്കുന്ന അടുത്ത ഭാഗം കണ്ടിട്ട് വരാം. ഈ സ്റ്റോറി ഞാൻ തയ്യാറാക്കുന്നത് 2025 ജനുവരി 9 ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന പച്ചക്കറികളുടെ പാലക്കാട് മൊത്ത മാർക്കറ്റിലെ ഇന്നത്തെ ഹോൾസെയിൽ റേറ്റ്, അതായത് പലചരക്ക് കടക്കാരൻ വാങ്ങുന്ന റേറ്റ് ഇങ്ങനെയാണ്. സവാള ₹46, ചെറിയുള്ളി ₹39, പച്ചമുളക് ₹48, ഇഞ്ചി ₹59, വെളുത്തുള്ളി ₹264, ക്യാരറ്റ് ₹54, വഴുതന ₹39, ചീര ₹15, തക്കാളി ₹22, ബീറ്റ്റൂട്ട് ₹49, ഉരുളക്കിഴങ്ങ് ₹33, നേന്ത്രക്കായ ₹22, മുരിങ്ങക്കായ ₹130, ക്യാപ്സിക്കം ₹49, കൈപ്പക്ക ₹38, കാബേജ് ₹22, കോളിഫ്ലവർ ₹29, തേങ്ങ ₹32, കപ്പ ₹22, ചെറുനാരങ്ങ ₹63, പച്ചമാങ്ങ ₹40, വെണ്ട ₹42, മത്തങ്ങ ₹17, ചേന ₹16, റാഡിഷ് ₹35. ഈ വിലക്ക് ഞാൻ പച്ചക്കറി എടുക്കും. കട തുടങ്ങി ഹണിറോസിനെ വിളിക്കാതെ വാർഡ് മെമ്പറെ കൊണ്ട് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ സ്റ്റോക്ക് എടുക്കും. എല്ലാം 5 കിലോയിൽ താഴെ മാത്രം. അരിയാനുള്ള കത്തിയും പച്ചക്കറിയുമായി വീട്ടിലേക്ക് പോകും. അടുത്ത വീട്ടിലെ പാവം വല്യമ്മയെ അരിയാൻ സഹായത്തിന് വിളിക്കും. പ്രതിദിനം അവരുടെ ശമ്പളം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഇനി വീട്ടിൽ ആളുണ്ടെങ്കിൽ സഹായത്തിന് പുറമേ ഒന്നും ആരും വേണ്ട. ₹46 കിലോയ്ക്ക് ഞാൻ വാങ്ങിയ 5 കിലോ സവാള വീട്ടിലെത്തിച്ച് തൊലികളെ ഞെരിഞ്ഞെടുക്കുമ്പോൾ തൂക്കം 4 കിലോ 100 ഗ്രാം, 900 ഗ്രാം വേസ്റ്റേജ്. കിലോയ്ക്ക് എന്ത് വിലയിടണം പറയാം. തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിൽ അന്നത്തെ സവാള ചില്ലറ വില ₹65 നമ്മൾ മൊത്തക്കച്ചവടക്കാരിൽ നിന്നും എടുത്തത് ₹46. ഞാൻ എൻ്റെ മല്ലു കറി കമ്പനിയുടെ നുറുക്കിയ സവാള 1 കിലോയ്ക്ക് ₹95 വിൽക്കും. 4 കിലോ 100 ഗ്രാം ഉള്ള എൻ്റെ നുറുക്കിയ സവാള വിറ്റ് ₹389 ലഭിക്കും. 5 കിലോ സവാള ഞാൻ വാങ്ങിയത് ₹230, എൻ്റെ ലാഭം ₹159. തൊട്ടടുത്തുള്ള പച്ചക്കറി കച്ചവടക്കാരൻ്റെ ലാഭം ₹95 മാത്രം. അപ്പോൾ വാല്യൂ അഡീഷൻ ബെസ്റ്റ് അല്ലേ? ഞാൻ ഹാപ്പി, മല്ലു കറി കമ്പനിയും ഹാപ്പി, കസ്റ്റമറും ഹാപ്പി. തൊലി കളയണ്ട, നുറുക്കണ്ട, ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, ആവശ്യത്തിനെടുത്ത് കറിയിലിടുക. മറ്റെല്ലാ പച്ചക്കറികളുടെയും കാര്യത്തിൽ ഇതേ ഫോർമുല അവലംബിക്കുക. അതായത് നുറുക്കുന്നതിന് മുമ്പുള്ള തൂക്കം എടുക്കുക, നുറുക്കി കഴിഞ്ഞുള്ള തൂക്കം എടുക്കുക, വേസ്റ്റേജ് കണക്കാക്കി 1 കിലോയിൽ 30 മുതൽ 45% വരെ വില അധികം ഇട്ട് വിൽക്കുക. ഇനി ഇത് കിലോ കണക്കിനല്ല കേട്ടോ വിൽക്കേണ്ടത്. 100 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം, 1 കിലോ, പിന്നെ 5 കിലോ തൂക്കത്തിൽ വരെ വിൽക്കാം. ചെറിയ പാക്കുകൾക്ക് അല്പം വില കൂട്ടിയിടാം. പിന്നെ ലാഭം കൂട്ടാൻ നിങ്ങൾക്ക് വില കൂട്ടാം. തമിഴ്നാട്ടിലെ ഒട്ടച്ചത്രത്തിലോ പൊള്ളാച്ചിയിലോ പോയി പച്ചക്കറി നേരിട്ടെടുക്കാം. അങ്ങനെ പല വഴികളുണ്ട്. നിരവധി പേർ ചോദിച്ച സംശയമാണ് ഈ ബിസിനസ്സിലെ ലാഭം എന്താണെന്ന്. ഈ കേട്ടത് തന്നെയാണത്. സിമ്പിൾ ഫോർമുല. തൂക്കം നോക്കി പച്ചക്കറി വാങ്ങുക, അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള തൂക്കം എടുക്കുക, എന്നിട്ട് പച്ചക്കറിയുടെ മാർക്കറ്റ് വിലയേക്കാൾ 40% വരെ അധികം ഇട്ട് വിൽക്കുക. വീഡിയോയിൽ സവാളയുടെ ഉദാഹരണം കേട്ടില്ലേ? സവാളയും ഉള്ളിയും പോലുള്ള കായ്കറികൾ തൊലി കളഞ്ഞ് നുറുക്കുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് മനസ്സിൽ വെച്ച് വേണം നിങ്ങളുടെ പ്രീമിയം പ്രൊഡക്റ്റായ നുറുക്കിയ പച്ചക്കറികളുടെ വില കണക്കാക്കാൻ. പിന്നെ തേങ്ങ പോലുള്ള ചില സംഭവങ്ങൾ. ഉദാഹരണത്തിന് 1 കിലോ തേങ്ങ ₹45 നിങ്ങൾ വാങ്ങിയെന്ന് കരുതുക. ഇടത്തരം വലിപ്പമുള്ള 2 തേങ്ങയാകും കിട്ടുക. ഇതിൽ നിന്ന് നിങ്ങൾ ചിരകിയെടുക്കുന്ന തേങ്ങയുടെ വില കണക്കാക്കുമ്പോൾ മുടക്ക് മുതലിന് ആനുപാതികമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം ഉറപ്പ് പറയാം, കൃത്യമായി പ്രോസസ്സ് ചെയ്ത് വിൽപ്പനയിൽ മിടുക്ക് കാണിച്ചാൽ മുടിഞ്ഞ ലാഭം കിട്ടുന്ന പരിപാടിയാണത്. തമിഴ്നാട്ടിലെ പച്ചക്കറി മൊത്ത മാർക്കറ്റിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്താൽ ലാഭം പിന്നെയും പല മടങ്ങ് കൂട്ടാം. പച്ചക്കറി അരിയാനും പാക്ക് ചെയ്യാനും ആളെ നിർത്തിയ അവരുടെ ലേബർ ചാർജുകളും മുതൽ മുടക്കിനൊപ്പം ചേർക്കണം. തങ്ങളുടെ ഉൽപ്പന്നത്തിന് വിലയിടാനൊക്കെ നല്ല മിടുക്കുള്ളവനാണ് മലയാളി. അവൻ ആരും പഠിപ്പിക്കണ്ട. പിന്നെ GST. ഇന്ത്യയിൽ ഫ്രഷ് പച്ചക്കറിക്ക് GST ഇല്ല. എന്നാൽ പച്ചക്കറികൾ ഫ്രോസൺ ആണെങ്കിലും ഡീഹൈഡ്രേറ്റഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തതാണെങ്കിലും 5% GST കൊടുക്കണം. ഇനി ഈ പ്രോസസ്സ് ചെയ്തതോ കാനിൽ അടച്ചതോ ആയ പച്ചക്കറികൾക്ക് 18% വരെയാണ് GST. നിങ്ങളതിൽ ഭയക്കണ്ട. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ നൽകുന്നത് ഫ്രഷ് പച്ചക്കറികൾ തന്നെയാണ്. അതിൽ വാല്യൂ അഡീഷൻ നടത്തുന്നുണ്ട് എന്നത് നേരാണ്. പക്ഷേ അതൊരു മെക്കാനിക്കൽ പ്രോസസ്സ് അല്ലല്ലോ. ആ ഉൽപ്പന്നം അതിൻ്റെ എൻഡ് യൂസറിൻ്റെ പക്കലെത്തുമ്പോൾ അയാൾ ചെയ്യേണ്ടിയിരുന്ന ചെറിയൊരു ജോലി നിങ്ങൾ ചെയ്തു കൊടുത്തുന്നല്ലേ ഉള്ളൂ. അതൊരു സർവീസാണ്. നിങ്ങൾ മറ്റ് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രോസൺ ആക്കുന്നില്ല, ചിൽഡ് ഫ്രീസർ ഉപയോഗിക്കുന്നുള്ളൂ, ഡീഹൈഡ്രേറ്റഡ് അല്ല. GST ആപ്ലിക്കബിൾ അല്ല എന്നാണ് എനിക്ക് കിട്ടിയ ഉപദേശം. അതിൻ്റെ ലൈസൻസിങ്ങിനെ കുറിച്ചൊക്കെ അടുത്ത ഭാഗങ്ങൾ വരുന്നുണ്ട്.
ഇനി അരിഞ്ഞ പച്ചക്കറി 2-3 ദിവസം കേടുകൂടാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, അത് വിവരിക്കുന്ന വീഡിയോ പാർട്ട് പ്ലേ ചെയ്യാം. പിന്നെ നുറുക്കിയ പച്ചക്കറികളുടെ നിറം മാറാതിരിക്കാൻ ചില കുറുക്ക് വഴികളുണ്ട്. തേൻ പുരട്ടുക, കല്ലുപ്പ് വിതറുക പോലുള്ള നാച്ചുറൽ രീതികൾ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കെമിക്കൽ ഉപയോഗിക്കരുത് കേട്ടോ. കൊടുക്കുന്ന ഭക്ഷണത്തിൽ കള്ളത്തരം കാണിക്കുന്നതിന് ആയുസിൽ ഗതി പിടിക്കില്ല. പിന്നെ ഉപഭോക്താക്കളുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കണം. വിഷം അടിച്ചു വരുന്ന പച്ചക്കറിയില്ലേ, നിങ്ങൾ നല്ലവണ്ണം കഴുകിയിട്ടാണോ നുറുക്കിയത് തുടങ്ങിയ ചോദ്യങ്ങളുണ്ടാകും. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന നാച്ചുറൽ വെജ് വാഷ് ഉപയോഗിച്ചാണ് പച്ചക്കറി നന്നായി കഴുകുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രസ്തുത സംഭവം വിവരിക്കുന്ന വീഡിയോ കടയിൽ ഇടതടവില്ലാത്ത സംപ്രേഷണം ചെയ്താൽ ഒന്നാം തരം. കട്ട് ആൻഡ് പാക്ക്ഡ് വെജിറ്റബിൾസ് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണിത്. ഏറെ പേർക്ക് അതിൽ സംശയങ്ങളുണ്ട്. പച്ചക്കറികൾ മുറിക്കുമ്പോൾ അവയുടെ ടിഷ്യൂ ഓപ്പണായി വായു സമ്പർക്കം കൂടും, ഓക്സിഡേഷൻ സംഭവിച്ച നിറം മാറും, ചീഞ്ഞഴുകാനും തുടങ്ങും. അരിഞ്ഞ പച്ചക്കറിയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്, ഓർഗാനിക്കായിട്ടും അല്ലാണ്ടും. ആദ്യം പ്രകൃതിദത്തമായ വഴികൾ പറയാം. മികച്ചൊരു പ്രിസർവേറ്റീവാണ് അസ്കോർബിക് ആസിഡ് എന്ന വിറ്റാമിൻ സി ലായനി. നാരങ്ങാനീര് വെള്ളത്തിൽ കലർത്തി മുറിച്ച പച്ചക്കറികളിൽ, പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ്, സവാള പോലുള്ളവ തളിച്ചാൽ നിറം മാറ്റം തടയാം. ബ്രൈൻ സൊല്യൂഷൻ എന്ന നമ്മുടെ ഉപ്പുവെള്ളവും ഇതിന് ഒന്നാം തരമാണ്. വെള്ളവും വിനാഗിരിയും ചേർന്ന മിശ്രിതം, വെള്ളത്തിൽ നേർപ്പിച്ച തേൻ എന്നിവയെല്ലാം മികച്ച പ്രിസർവേറ്റീവുകളാണ്. ഇനി കെമിക്കലുകൾ നോക്കാം. ഫുഡ് ഗ്രേഡായ FSSAI നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള ചിലതാണിത്. ഒന്ന് സോഡിയം മെറ്റാബൈസൾഫേറ്റ്. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റുമാണ്. വെളുത്ത നിറമുള്ള പച്ചക്കറികൾ, ഉദാഹരണത്തിന് ഉരുളക്കിഴങ്ങ്, ഉള്ളി, കോളിഫ്ലവർ പോലുള്ളവ അരിഞ്ഞ ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ലിറ്റർ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ലയിപ്പിച്ച് നേർപ്പിച്ചതിൽ മുക്കിയെടുക്കുക. 5 ദിവസം ഗ്യാരണ്ടി. മനുഷ്യരുടെ ആരോഗ്യത്തിന് ഒരു പാർശ്വഫലവും ഇല്ല. അരിഞ്ഞ പച്ചക്കറികളുടെ ഉറപ്പും ദൃഢതയും നിലനിർത്താൻ കാൽസ്യം ക്ലോറൈഡ് ഉപയോഗിക്കാം. ഇതും ആരോഗ്യത്തിന് ദോഷമില്ലാത്തതാണ്, ലീഗലാണ്. പച്ചക്കറികൾ അരിഞ്ഞു കഴിയുമ്പോൾ അവ മൃദുവാകാനും അവയിൽ നിന്ന് വെള്ളം പുറത്തു വരാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും തടയാൻ കാൽസ്യം ക്ലോറൈഡ് സഹായിക്കും. അപ്പോൾ പച്ചക്കറി പാക്കറ്റിനുള്ളിൽ നീരാവി പിടിച്ചതുപോലുള്ള മൂടൽ ഉണ്ടാകില്ല. പാക്ക് ചെയ്യുന്നതിന് മുൻപ് അരിഞ്ഞ കഷ്ണങ്ങൾ കാൽസ്യം ക്ലോറൈഡ് ലായനിയിൽ മുക്കിയെടുത്താൽ മതി. സിട്രിക് ആസിഡ് പ്രകൃതിദത്തമായ പ്രിസർവേറ്റീവ് ആണെങ്കിലും കൊമേഴ്സ്യലായി പൗഡർ രൂപത്തിലും കിട്ടും. ബാക്ടീരിയ വളർച്ചയും ഓക്സിഡേഷനും തടയാൻ ഒന്നാന്തരാണ്. മറ്റ് പ്രിസർവേറ്റീവുകൾക്കൊപ്പം അസിഡിറ്റി റെഗുലേറ്ററായും ഇത് ചേർക്കാറുണ്ട്. പൂപ്പൽ വരുന്നത് തടയാൻ പൊട്ടാസ്യം സോർബേറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓരോ കിലോ പച്ചക്കറിയിലും എത്ര മില്ലിഗ്രാം പ്രിസർവേറ്റീവ് ചേർക്കാമെന്ന് FSSAI കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. പാക്കറ്റിന് പുറത്ത് ഏതൊക്കെ പ്രിസർവേറ്റീവുകൾ ചേർത്തിട്ടുണ്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. രാസലായനികളിൽ മുക്കിയെടുത്ത പച്ചക്കറികൾ പാക്ക് ചെയ്യുന്നതിന് മുൻപ് നന്നായി തുടയ്ക്കണം. പാക്കറ്റിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡോ നൈട്രജനോ നിറച്ച് പച്ചക്കറികൾ ചീഞ്ഞെടുക്കുന്നത് സാവധാനത്തിലാകാൻ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് ഉപയോഗിക്കാം. വായു പൂർണ്ണമായും നീക്കം ചെയ്ത് പാക്ക് ചെയ്യുന്ന വാക്വം രീതി നല്ലതാണ്. പച്ചക്കറികൾ അല്പനേരം തിളച്ച വെള്ളത്തിലിട്ട് ഉടനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്ന ബ്ലാഞ്ചിങ് രീതിയും നുറുക്കിയ പച്ചക്കറികളിൽ ഉപയോഗിക്കാറുണ്ട്. ബീസ് വാക്സ് അല്ലെങ്കിൽ സെല്ലുലോസ് പോലുള്ള എഡിബിളായ ഒരു നേർത്ത പാളി പച്ചക്കറികൾക്ക് മുകളിൽ നൽകുന്നത് വായു സമ്പർക്കവും കുറയ്ക്കും. എന്ത് രീതി ഉപയോഗിച്ചാലും കോൾഡ് ചെയിൻ പാലിച്ചില്ലെങ്കിൽ പച്ചക്കറികൾ നശിച്ചു പോകും. പാക്ക് ചെയ്ത പച്ചക്കറികൾ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കണം. പച്ചക്കറികൾ അരിയുന്ന കത്തി, ബോർഡ്, പാക്ക് ചെയ്യുന്ന ആളുടെ കൈകൾ എന്നിവ പൂർണ്ണമായും അണുവിമുക്തമായിരിക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികൾ മാത്രം ഉപയോഗിക്കണം. ഇതെല്ലാം നിർബന്ധമുള്ളതല്ല. അരിഞ്ഞ പച്ചക്കറികൾ അന്ന് തന്നെ വിറ്റ് തീരുന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങാലായനി തളിക്കുന്നത് തന്നെ ധാരാളം. ഇനി വിൽക്കാതെ ബാക്കിയാവുന്ന പച്ചക്കറികൾ എന്ത് ചെയ്യണമെന്ന് പഴയ വീഡിയോയിൽ പറഞ്ഞത് കേൾക്കാം. ആദ്യ ദിവസങ്ങളിൽ പണി കിട്ടും, ഉറപ്പല്ലേ? 5 കിലോ നുറുക്കിയ സവാള കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരാഴ്ച 2 കിലോ വീതം വിറ്റാലായി. ബാക്കി എന്ത് ചെയ്യും? നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ല വേണ്ടത്. പ്രതിവിധി ആലോചിക്കണം. സാധനം വിറ്റുപോയില്ലെന്നേ ഉള്ളൂ, ഫ്രീസറിലാണ്, കേടായിട്ടില്ല. തൊട്ടടുത്തുള്ള ഹോട്ടലുകളുമായോ കേറ്ററിംഗ് സർവീസുകളുമായോ വാക്കാൽ കരാറുണ്ടാക്കണം. അവർക്ക് ബാക്കിയായ നുറുക്കിയ സവാളയും പച്ചക്കറികളും എല്ലാം ലാഭവിലയിൽ നൽകണം. നിങ്ങൾക്ക് കാര്യത്തിൽ ലാഭവും വേണ്ട, നഷ്ടവും വേണ്ട. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി അച്ചാറോ കൊണ്ടാട്ടമോ ഉണ്ടാക്കി നിങ്ങളുടെ കടയിൽ തന്നെ വിൽക്കണം. ഇതിനൊക്കെ 100 വഴികളുണ്ടെന്നേ. അതുതന്നെ, അരിഞ്ഞ പച്ചക്കറികൾ ബാക്കിയായാൽ അത് ആവശ്യമുള്ള മറ്റ് ബിസിനസ്സുകളുണ്ടെന്ന് മനസ്സിലാക്കുക. റെസ്റ്റോറൻറ്റുകൾ, കേറ്ററിംഗ് സർവീസുകൾ എന്നിവയ്ക്ക് ഇവ നൽകാം. ലാഭം എടുക്കാൻ പറ്റില്ല എന്ന് മാത്രം, വിപണി വിലയിലേ വിൽക്കാൻ പറ്റൂ. ഇതിന് പുറമെ ഈ പച്ചക്കറികൾ നിങ്ങൾക്ക് തന്നെ മറ്റു വാല്യൂ അഡീഷൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, വെജിറ്റബിൾ സ്മൂത്തി അപാര സാധ്യതകളാണ്. ഈ ഭാഗത്തധികം സംശയങ്ങൾ വന്നിട്ടില്ല എന്നതിനാൽ ഇനി മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേൾക്കാം. ഞാനൊരു ചെറിയ ലീഫ്ലെറ്റ് ഉണ്ടാക്കും, ഒരു ചെറിയ നോട്ടീസ്. അതിൽ കൃത്യമായി എഴുതിയിരിക്കും: സഹോദരിമാരെ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ അറിയുന്നു. ഇനി മതിയാക്കൂ. വീട്ടിൽ പോയി പച്ചക്കറി ചെയ്യാൻ സമയം മെനക്കെടുത്താതെ നിങ്ങളുടെ ഇഷ്ട സീരിയലുകൾ കണ്ടു തീർക്കൂ. ഒരാഴ്ചത്തേക്കുള്ള അരിഞ്ഞ പച്ചക്കറികൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങൂ. ജീവിതം എളുപ്പമാക്കൂ. അങ്ങനെ വായിക്കുന്നവന്റെ അല്ലെങ്കിൽ അവിടെ ചങ്കിൽ തറയുന്ന വാക്കുകൾ. എന്നിട്ട് പാലക്കാട് സിവിൽ സ്റ്റേഷന് വാതിൽക്കൊരു 5 മണിയാകുമ്പോൾ പോയി നിൽക്കും. കാണുന്നവർക്കെല്ലാം നോട്ടീസ് കൊടുക്കും. അതാവും ആദ്യത്തെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. പിന്നെ ഷോപ്പിന് മുന്നിൽ നല്ല ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്യണം. ഓസിന് ചെയ്യാവുന്ന മാർക്കറ്റിംഗ് എല്ലാം ചെയ്യും. സിവിൽ സ്റ്റേഷൻ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സ്ത്രീ നിങ്ങളുടെ കടയുടെ കാര്യം ഷെയർ ചെയ്താൽ
ചെയ്താൽ മതിയെന്നേ, നിങ്ങളുടെ ബിസിനസ് രക്ഷപ്പെട്ടു. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വിടരുത്. പച്ചക്കറി വാങ്ങുന്നത്, അരിയുന്നത്, കയ്യൊന്ന് മുറിയുന്നത്, വേസ്റ്റ് വരുന്ന പച്ചക്കറി നുറുക്കി ആടിന് തീറ്റയാക്കുന്നത്, കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം റീൽസും സ്റ്റോറിയുമാക്കി ഇടണം. ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ചിലർ പരസ്യങ്ങളും കൊടുത്താൽ പിന്നെ നിങ്ങൾ ആരാ? കിങ് ഓഫ് കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് വെജീസ്, സ്ത്രീകളുടെ രക്ഷകൻ. എൻ്റെ കടയിൽ ഒരു മൂല ഒഴിവാക്കി ഞാനൊരു കട്ട് ഫ്രൂട്ട് സെക്ഷനും കൂടെ തുടങ്ങും. നുറുക്കിയ ആപ്പിളും പപ്പായയും മാങ്ങയും ചക്കച്ചുളയും എല്ലാം അടങ്ങുന്ന സാലഡ് കിട്ടുന്ന ഒരു ടേബിൾ. ഫ്രൂട്ട്സ് ഇരുന്ന് കഴിക്കാൻ പാകത്തിന് 3 കസേരയും ഇടും. 4500 രൂപ മുടക്കി ഒരു ജ്യൂസർ വാങ്ങും. ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസും സ്മൂത്തികളും ഷേക്കും അടിച്ച് നൽകും. എൻ്റെ കടയുടെ വാടകയും ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ ശമ്പളവും നടക്കാൻ ഇതിൽ നിന്നുള്ള ലാഭം മാത്രം മതി. നുറുക്കിയ പച്ചക്കറി വിറ്റുള്ള ലാഭം മുഴുവൻ എനിക്ക്, മല്ലു കറി കമ്പനിക്ക്. ഇതുപോലെ ഹെൽത്തി വെജിറ്റബിൾ സാലഡുകളും വിൽക്കാം. ഇതിനെപ്പറ്റിയുള്ളൊരു മുൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോകണം, കാണാം. സ്ത്രീകളാണ് ഉപഭോക്താക്കൾ. അവരിലേക്ക് എത്താൻ നിരവധി വഴികളുണ്ട്. വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ ദിവസം നോട്ടീസ് വിതരണം മാത്രം മതി നിങ്ങൾക്ക് ആവശ്യത്തിന് കസ്റ്റമേഴ്സിനെ കിട്ടാൻ. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും, ചിലപ്പോൾ എല്ലാ ദിവസവും വരുന്നൊരു ബിസിനസ്സാണ് നിങ്ങളുടേത്. ഏറ്റവും റീടെൻഷൻ റേറ്റുള്ള കച്ചവടം. ഏറ്റവും പ്രധാനം, എല്ലാ എത്തിക്സും പാലിച്ച് വൃത്തിയോടെയാണ് നിങ്ങൾ പച്ചക്കറി അരിഞ്ഞ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വാങ്ങാൻ വരുന്ന വീട്ടമ്മമാരെ അറിയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കടയിൽ ഒരു TV വെച്ച് നിങ്ങളുടെ പച്ചക്കറി യൂണിറ്റിൻ്റെ വീഡിയോ അതിൽ ഇടതടവില്ലാതെ സംരക്ഷണം ചെയ്യുന്നത് കിടിലനാകുന്നത് അവിടെയാണ്. അവരെ ബോധവൽക്കരിക്കണം, അവരുടെ വിശ്വാസം നേടണം. പിന്നെ ലാഭം കൂട്ടാനുള്ള വഴി മനസ്സിലായില്ലേ? കട്ട് വെജിറ്റബിൾ ഷോപ്പാണ് തുടങ്ങുന്നതെങ്കിൽ അതിനോട് ചേർന്നൊരു ജ്യൂസ് ഷോപ്പ് കൂടി തുടങ്ങുക. ഒരു മാസത്തിലെ ചിലവുകൾ മീറ്റ് ചെയ്യാൻ ജ്യൂസ് വിറ്റ് കിട്ടുന്ന വരുമാനം മാത്രം മതിയെന്നേ. കാരണം ആ നഗരത്തിൽ ആകെ പാവയ്ക്ക ജ്യൂസും ജീര കൊണ്ടുള്ള ജ്യൂസും വിൽക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ തുടങ്ങുകയല്ലേ? നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന മഹത്തായ ഒരു അവസരമാണിത്. ഞാനടക്കമുള്ള ഒരുപാട് മനുഷ്യരുടെ കൺസേണാണ്, പെയിനാണ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഷോപ്പ് ഞങ്ങളുടെ ടൗണിൽ തുറക്കുന്നതിന് വേണ്ടി.